ശ്രീ ജലീൽ, നേരത്തെ ശ്രീജിത്ത് പണിക്ക് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. താങ്കൾക്ക് ആ ഉത്തരവിൻ്റെ കോപ്പി ലഭിച്ചോ? കർണാടകത്തിലെ കോടതി എന്താണ് പരാമർശിച്ചിരിക്കുന്നത് ഉത്തരവിൽ എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയൊരു ശ്രീജിത്ത് പറഞ്ഞതിനെ ഖണ്ഡിക്കാനുള്ള എന്തെങ്കിലും തെളിവുകൾ താങ്കളുടെ പക്കലുണ്ട്? അല്ല, അത് പണിക്കർജിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. കാരണം ചാനൽ ചർച്ച കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ആരും ഗവനിക്കില്ലല്ലോ. ഒരു 8:35 9 മണിക്ക് അവസാനിക്കുന്ന ഒരു ചാനൽ ഡിബേറ്റിൽ വന്നിട്ട് കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കൂ എന്ന് ഇത് ഒരുപാട് കേരളീയ പൊതുസമൂഹം കണ്ടുമടുത്തതാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പണിക്കർജിയുടെ വിഷമവും പ്രയാസവും എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. പറയുന്നത് എന്താ, പണിക്കർജി എന്താണ് പറയുന്നതെന്ന് പണിക്കർജി തന്നെ ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടാൽ വളരെ നന്നായിരിക്കും. താങ്കൾ തന്നെ പറയുന്നു, ഈ ആ മാധ്യമത്തിന്റെ പേര് പറയാൻ താങ്കൾക്ക് സാധിക്കില്ല. കാരണം താങ്കളുടെ ഹൃദയ പക്ഷമാണ്. താങ്കളാക്കിയ, താങ്കളുടെ സ്വപ്നങ്ങളെ പങ്കിട്ടെടുത്ത, വലിയ സഹായം ചെയ്ത ഒരു വലിയ ചാനലാണത്. ആ ചാനലിന്റെ പേര് പറയാൻ താങ്കളെ സംബന്ധിച്ച് അറപ്പുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കളുടെ ദുഃഖം വളരെ വലുതാണ്. കാരണം താങ്കളും പിന്നെ ഒരു ശങ്കരൻ വക്കീലുണ്ട്, ഞാൻ പേര് പറയുന്നത് പിന്നെ തെറ്റിദ്ധരിക്കരുത്. ഇവരൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു പൊതുബോധമുണ്ട്. അത് വീണുടഞ്ഞ ഒരു പ്രയാസം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, നിഷ്പക്ഷതയുടെ മുഖം കൂടി അണിഞ്ഞിട്ടാണ് പണിക്കർജിയൊക്കെ പണ്ട് വന്നിട്ടുള്ളത്. പക്ഷേ അക്ഷര സമ്പന്ന അല്ല, അത് വലിച്ചു കീറപ്പെട്ടല്ലോ. അത് താങ്കളുടെ മുഖഭാവം ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, പിണറായി വിജയനെതിരായിട്ട് താങ്കൾ അലറിയ അലറിന്റെ 1000-1. ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കോർപ്പറേറ്റ് ആണ്. അദ്ദേഹം യുവമോർച്ചയിൽ വർക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹം ABVPയിൽ തല്ലുകൊണ്ടിട്ടില്ല, അദ്ദേഹം BJPയുമായി ആ നിലയിൽ കേരളത്തിൽ എവിടെയും നന്നായിട്ട് മലയാളം പോലും സംസാരിക്കാൻ അറിയാത്ത ഒരാൾ ഏകപക്ഷീയമായി കേരളത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ സീനിയറായ ലീഡർമാരെ മാറ്റി നിർത്തിക്കൊണ്ട്, അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യം, അദ്ദേഹം ഇവിടെ അവരോധിക്കപ്പെട്ടിരിക്കുന്നു. ഏത് സമരത്തിലാണ് പാർട്ടിയുടെ ആരാ? ജോൺ ബ്രിട്ടാസ് എവിടെയാ കൊടി പിടിച്ചത്? എവിടെയാ പോസ്റ്റർ ഒട്ടിച്ചത്? എവിടെയാ പോസ്റ്റർ ഒട്ടിച്ചത്? സാറേ എവിടെ പോസ്റ്റർ ഒട്ടിച്ചത്? ജോൺ ബ്രിട്ടാസ് എവിടെയാ സാറേ പോസ്റ്റർ ഒട്ടിച്ചത്? ജോൺ ബ്രിട്ടാസ് എവിടെയാ സാറേ പോസ്റ്റർ ഒട്ടിച്ചത്? അബ്ദുള്ളക്കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ? അബ്ദുള്ളക്കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ? സജീവമായത് അബ്ദുള്ളക്കുട്ടി അതറിയില്ല, അതുപോലും ശ്രീ ജലീലിന് അറിയില്ലേ? ബ്രിട്ടാസ് SFIയിൽ കൂടി തന്നെ വന്നത് എവിടെ? ബ്രിട്ടാസ് ഏത് സമരത്തിലായിരുന്നു? ഏത് സമരത്തിലായിരുന്നു? കോർപ്പറേറ്റ് അല്ലേ? ബ്രിട്ടാസ് കോർപ്പറേറ്റോ? ബ്രിട്ടാസ് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. കോർപ്പറേറ്റ് സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൈരളി അല്ലെന്ന് ആര് പറഞ്ഞു? നമ്പ്യാർജി സ്വഭാവം ഇല്ലേ കൈരളിക്ക്? ബ്രിട്ടാസിനെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടാകില്ല. ആ ദുഃഖം എന്തായാലും തിരുവനന്തപുരം നഗരസഭ ശ്രീ ജലീൽ പുനർ ഒരു സാധാരണ പാർട്ടി പ്രവർത്തനമൊന്നുമല്ല. ബ്രിട്ടാസിന്റെ ആസ്തി താങ്കളൊന്ന് പരിശോധിക്കണം. അവിടെ നമ്മളെ മരടിൽ ഒരു ഫ്ലാറ്റ് ഇടിച്ച് പൊളിച്ചിരുന്നല്ലോ, അവിടെ പോലും അദ്ദേഹത്തിന് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ബാക്കി തിരുവനന്തപുരത്ത് എവിടെ ഉണ്ട് എന്നൊക്കെയുള്ള താങ്കളൊന്ന് പരിശോധിക്ക്. സാധാരണ പാർട്ടി പ്രവർത്തനമാണോ അല്ലെ എന്നൊക്കെയുള്ള, അപ്പോൾ താങ്കൾക്ക് അതിന് ഉത്തരം കിട്ടും. ഞാൻ താങ്കളോട് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, മാരാർജി ഭവനിൽ അന്ന് ഇറങ്ങിയിട്ടുള്ള പല BJP നേതാക്കളുടെയും ഇന്നത്തെ ആസ്തിയെ സംബന്ധിച്ച് സമ്പൂർണമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? അന്വേഷണം വേണോ? എങ്ങനെ? സ്വാത്വികന്മാരായ എത്ര നേതാക്കന്മാരുണ്ട് ഒന്ന് പറയൂ താങ്കൾ. യെദിയൂരപ്പയെ പോലെ അഗ്രഹാര ജയിലിൽ പോയി കിടന്ന ഒരു വലിയ സീനിയർ ലീഡർ ഒപ്പം ഇരുത്തിയിട്ടാണ് അഴിമതിക്കെതിരായിട്ട് പ്രസംഗിക്കുന്നത്. ഇതൊന്നും ആരും അറിയാത്ത കാര്യമാണോ പണിക്കർജി? മറ്റൊന്ന്, ഒരു കാര്യം ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലേ? അതിന്റെ വസ്തുതാപരമായ മറുപടി താങ്കളുടെ ഡിബേറ്റ്, താങ്കളുടെ വായിച്ചു കേൾപ്പിക്കാം. 4 ലൈനേ ഉള്ളൂ, 4 ലൈൻ. വെർഡിക്റ്റ് എന്ന് പറയുന്നിടത്ത് അതാ എന്താന്ന് ചോദിച്ചില്ലേ? ഇഷ്യൂ ആൻ ഓർഡർ ഓഫ് ആഡ് ഇന്ററിം ഓർഡർ ഓഫ് ടെമ്പററി ഇൻജങ്ഷൻ റെസ്ട്രെയിനിങ് ദ ഡിഫൻഡൻസ് ആരാണ്? ഈ മാധ്യമ സ്ഥാപനങ്ങളാണ്. their agents or anyone operating under their authority from publishing, circulating, sharing, providing access or communicating, de-index and make non-searchable the defamatory URLs across search engines or to pass any comments by way of temporary injunction
ഇൻ ദി എൻഡ്സ് ഓഫ് ദ ജസ്റ്റിസ് ടിൽ ദ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ്. എവിടെയാ വ്യാജം എന്ന് പറഞ്ഞിരിക്കുന്നത്? വ്യാജം എന്ന് എവിടെ പറഞ്ഞു? പറയൂ. താങ്കൾ ഒന്ന് പറഞ്ഞോട്ടെ. വ്യാജ വാർത്തകൾ അല്ലെങ്കിലും നിയമവിരുദ്ധമല്ലേ? അത് പ്രത്യേകം കോടതി പറയണോ? താങ്കൾ അതെന്ത് വ്യാജ വാർത്തയാണെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നതാണ് എന്റെ ചോദ്യം. വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അതിപ്പോ കോടതി ആ വിഷയത്തെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, വ്യാജ വാർത്തയാണെന്ന് തെളിഞ്ഞുവെന്നും വ്യാജ വാർത്തയ്ക്ക് ഇനി മേലാൽ വ്യാജ വാർത്ത കൊടുക്കരുതെന്ന് കോടതി പറഞ്ഞുവെന്നുമാണ് റിപ്പോർട്ടർ പറഞ്ഞത്. താങ്കൾ പറഞ്ഞ റിപ്പോർട്ടർ വെച്ച് നോക്കുമ്പോൾ അതാ കാണുന്നത്. താങ്കൾ തന്നെ താങ്കളുടെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചർച്ചയുടെ മുൻഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ റിപ്പോർട്ടർ ചാനലിന്, ആ പരാതിക്കാരായ റിപ്പോർട്ടർ ചാനലിന് അപഖ്യാതി വരുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണങ്ങളും നടത്തരുതെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ജലീൽ പുനരൂരല്ല. അപഖ്യാതി എന്ന് പറയുന്നത് വ്യാജമെന്നല്ല സാർ. അപഖ്യാതിയും വ്യാജവും രണ്ടാണ് സാർ. മറ്റേത് ഫേക്ക് ആണ്. ഡെഫമേഷനും ഫേക്കും രണ്ടാണ്. താങ്കൾക്ക് എലിമെന്ററി ആയിട്ടുള്ള ഭാഷയുടെ അർത്ഥം പോലും അറിയില്ല. ഡെഫമേഷൻ കേസ് അല്ലല്ല, ഒരു സെക്കൻഡ്. താങ്കൾ ഈ ചർച്ചയിൽ എനിക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കരുതുക. അപ്പൊ ഞാൻ പോയി താങ്കൾക്കെതിരെ കൊടുക്കുന്നത് വ്യാജ വാർത്തയ്ക്ക് കേസാണ് കൊടുക്കുന്നത്, അപഖ്യാതിക്കുള്ള കേസാണ് കൊടുക്കുന്നത്? അത് പറഞ്ഞാൽ മതി. കുപ്രചരണം വ്യാജ വാർത്തയല്ല, തെറ്റായ പ്രചരണം. വ്യാജ വാർത്തയല്ല, എനിക്ക് ഖ്യാതി ഉണ്ടാക്കുന്ന. ഡെഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ കീർത്തി, സൽകീർത്തിക്ക് മലയാളം എന്താ ഡെഫമേഷന്റെ സാർ? അപകീർത്തി. അപകീർത്തി എന്ന് പറയുന്ന വാക്കാണോ വ്യാജ വാർത്ത? ആണോ? ഒരാളുടെ കീർത്തിക്ക് അപമാനമാകുന്ന വാർത്തയ്ക്കാണ് കുപ്രചരണമെന്ന് മലയാള നിഘണ്ടുവിൽ പറയും. വ്യാജ വാർത്തയാണ്, കുപ്രചരണമല്ല. അപകീർത്തി, അതാണ് വാക്ക്. അപകീർത്തി, വ്യാജ വാർത്ത, അപകീർത്തിയാണ്. ഫെയിമിനെ മോശമാക്കുന്നതാണ് സാർ ഡെഫമേഷൻ. ഒരു സെക്കൻഡ്. ഇല്ലാത്തതിനെ ഉള്ളതെന്ന് പറയുന്നതാണ് വ്യാജം. ഇല്ലാത്തതിനെ ഉള്ളതെന്ന് പറയുന്നത് വ്യാജവും ഫെയിമിനെ മോശമാക്കി കാണിക്കുന്നത് അപഖ്യാതിയുമാണ്. ഇത് രണ്ടും ഒന്നല്ല സാർ. രണ്ടും ഒന്നല്ല. ആദ്യം എന്നാ പിന്നെ താങ്കൾ ഈ ചർച്ചയിൽ എനിക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ താങ്കൾക്കെതിരെ വ്യാജ വാർത്തയ്ക്ക് കേസ് കൊടുക്കാം. നന്നായി. കുപ്രചരണം നടത്തിയാൽ താങ്കൾക്കെതിരെ ഞാൻ പ്രചരണമല്ലല്ലോ. താങ്കൾ ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് അല്ലല്ല, അത് പ്രചരണമല്ല. പ്രചരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലല്ല, അങ്ങനെയൊന്നും അല്ല. ഇത് കോമഡി ഷോ ആക്കരുതേ സാർ. ഇതൊരു ചർച്ചയാണ്. ഇതൊരു ചർച്ചയാണ് സാർ, കോമഡി ഷോ ആക്കരുത്. വ്യാജ നിങ്ങൾ എവിടെ കിടന്ന് ഉരുളുന്നു എന്ന് നോക്കൂ. നിങ്ങളൊരു വാർത്ത പറഞ്ഞു, അത് ഉടായിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിന്റെ തെളിവ് സഹിതം വായിച്ചു കൊടുത്തു. അപ്പൊ താങ്കൾ അവിടെ കിടന്ന് ആ സമയം മുതൽ ഉരുളുകയാണ്. 15 മിനിറ്റ് എന്നെ പറ്റി പറയാൻ, 15 മിനിറ്റ് എന്റെ കീർത്തിയെ പറ്റി പറയാൻ താങ്കൾ ഈ ചെയ്യുന്നതാണ് വ്യാജ വാർത്ത. താങ്കൾ സ്ഥിരമായി പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. അയ്യോ, അത് ബുദ്ധിമുട്ടാണോ? താങ്കൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. പിണറായി വിജയനെതിരെ ഒന്നും പറയാതെ ഞാൻ ഇനി നല്ല കുട്ടിയായി ജീവിച്ചുകൊള്ളാം. മതിയോ? ഇതെന്താ പോളണ്ടോ? പിണറായി വിജയൻ എന്താ പോളണ്ടോ? പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം പറയരുതെന്ന് പറഞ്ഞ പോലെ. അപ്പൊ ശ്രീജിത്ത് പണിക്കർ എന്താ പടച്ചോനാണോ? അല്ല, പടച്ചോനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പടച്ചോനെ, നിങ്ങളുടെ പടച്ചോനെ ഞാൻ പറയരുതെന്നല്ലേ നിങ്ങൾ പറയുന്നേ? നിങ്ങളുടെ പടച്ചോനെ ഞാൻ പറയരുത്. നിങ്ങൾ പടച്ചോനെ ആയിക്കോട്ടെ. ഞാൻ ആ കാര്യത്തിൽ എത്തിയിട്ടാണെന്നേ. എനിക്ക് പടച്ചോനില്ല ആ കാര്യത്തില്. അല്ല, മാധ്യമ രംഗം വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായി ഒരു മിനി പടച്ചോൻ തന്നെയായിരുന്നു താങ്കൾ. പിന്നെ ഏഷ്യാനെറ്റിലെ 2-3 പേരുണ്ടായിരുന്നു. ആയിക്കോട്ടെ, ആരെയും എന്തും ചെയ്യുമായിരുന്നു. ആരെ എന്ത് ചെയ്യാൻ? എന്നാൽ ഒരാൾക്ക്, ജലീൽ സാർ, ഒരാൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാരുതല്ലോ. ഞാൻ പറഞ്ഞിരിക്കുന്ന മോശമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടെങ്കിൽ ഈ 10 വർഷമായിട്ട് ഒറ്റ കേസ് ഇല്ലല്ലോ സാർ. അതെന്താ സാർ ഇല്ലാത്തെ? അതെന്താ സാർ? നിങ്ങൾ വ്യാജ വാർത്തയ്ക്ക് കേസ് കൊടുക്കുക സാർ, അപഖ്യാതിക്ക് കേസ് കൊടുക്കുക സാർ. കേസ് കൊടുക്കാൻ പോകും. എന്ത്? എങ്ങനെ? പിണറായി വിജയൻ കേസ് കൊടുക്കും. നിലവാരമുള്ള ആൾക്കാർ. അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് നിലവാരമുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചു. രാജീവ് ചന്ദ്രശേഖരന് നിലവാരമുള്ളത് കൊണ്ടാണ് 150 കോടി രൂപയുടെ കേസ് കൊടുക്കുന്നത് നിങ്ങൾ സമ്മതിച്ചു അല്ലേ? നിലവാരമുള്ള ആൾക്കാർ. നേരത്തെ നിങ്ങൾ പറഞ്ഞ അങ്ങനല്ലോ. നേരത്തെ നിങ്ങൾ പറഞ്ഞ മാരാർജി ഭവനിൽ അന്തി ഉറങ്ങിയ നിലവാരമുള്ള ആൾക്കാർ വേറെ ഉണ്ടെന്നാണല്ലോ. അപ്പൊ അന്നേരം രാജീവ് ചന്ദ്രശേഖരൻ അക്കാര്യത്തിൽ ഇല്ലായിരുന്നല്ലോ. സാർ ഒരിടത്ത് നിൽക്കും സാർ, ഒരിടത്ത് നിൽക്കും സാർ. കൺസിസ്റ്റന്റ് ആയിട്ട് അഭിപ്രായം പറയൂ ജലീൽ സാർ. ഞാൻ കൺസെന്റ് ആയിട്ട് തന്നെയാണ് എന്റെ അഭിപ്രായം പറയുന്നത്. അല്ല, കൺസെന്റ് അല്ല, കൺസിസ്റ്റന്റ് ആയ ഉദ്ദേശം. വന്ദിക്കപ്പെടുന്ന എല്ലാ നേതാക്കളെയും ആദരിച്ചുകൊണ്ടാണ് നിർത്തപ്പെടുന്നത്. ഞാൻ BJP പ്രവർത്തകരുടെ കൂടി പൊതുവികാരം, താങ്കൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ ഏജന്റായിട്ട് വന്നതായിരിക്കാം. അപ്പൊ ഞാൻ സത്യത്തിൽ ഞാൻ ആരാ? ഞാൻ ഏഷ്യാനെറ്റിന്റെ ഏജന്റ് ആണോ, അതോ അതിലുള്ള ശങ്കരൻ ചേട്ടന്റെ ഏജന്റ് ആണോ, വിനുവിന്റെ ഏജന്റ് ആണോ, അതോ എല്ലാവരുടെ ഏജന്റ് ആണോ? അല്ല,
അല്ല പണിക്കർജി എന്ന് പറയും മിനി പടച്ചോ കൂടിയാണ് ആ സത്യത്തിലൂടെ മിനി പടച്ചോന്റെ ഏജന്റ് അല്ല, ഞാൻ പടച്ചോൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ പടച്ചോൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. ശരി, ഞാൻ പടച്ചോനായിരുന്നു, ഞാനിപ്പം രാജീവ് ചന്ദ്രശേഖർ. ഞാനാണോ പടച്ചോൻ, രാജീവ് ചന്ദ്രശേഖരനോ പടച്ചോൻ? അല്ല, ഏഷ്യാനെറ്റിന്റെ മുതലാളി ആരാണെന്നൊന്ന് പറഞ്ഞു തരൂ. രാജീവ് ചന്ദ്രശേഖർ ആരാണെന്ന് കൂടി താങ്കളൊന്ന് പറഞ്ഞിട്ട് പോകൂ. അവസരത്തിൽ എനിക്ക് വരണം. അതെ, രാജീവ് ചന്ദ്രശേഖരന്റെ ആൾ ഈ ചർച്ചയിൽ വേറെ ഇരിപ്പുണ്ട്. താങ്കൾക്ക് സ്ഥലജല വിഭ്രമം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പേര് സ്ഥലജല. ശ്രീ ജലീൽ, ഈ ചർച്ചയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ആളായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളുണ്ട്. അത് ഞാനല്ല. താങ്കൾക്ക് സ്ഥലജല വിഭ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ സ്ഥലജല വിഭ്രമം ഒന്ന് മാറ്റിയതിനു ശേഷം താങ്കളൊന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു. ഒരാളും തന്റേതായ കഴിവുകേടോ തെറ്റുകളോ അല്ലെ കുറ്റങ്ങളോ ഏറ്റിട്ടാറില്ലല്ലോ. സ്വാഭാവികമായിട്ടും പണിക്കർജിയുടെ ബോഡി ലാംഗ്വേജും ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും താങ്കൾ ആരുടെ ഏജന്റാണ്, ഞാൻ ആരുടെ ഏജന്റ് ആണെന്നുള്ളത്. താങ്കൾക്ക് മറുപടി ഇല്ലാന്ന് അവർ കാണുന്നു. ഏഷ്യാനെറ്റിന്റെ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് താങ്കൾ കഴിഞ്ഞ 15 മിനിറ്റായി ഉരുളുന്നതും ആൾക്കാർ കാണുകയല്ലേ സാർ? ചോദിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ മുതലാളി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പണിക്കർജിയെ പോലെയുള്ള ഒരു മഹാമനീഷിക്ക്. ഏഷ്യാനെറ്റിന്റെ മുതലാളി ഞാൻ മനസ്സിലാക്കുന്നത് ജൂപ്പിറ്റർ മീഡിയയാണ്. അടുത്തത് കിട്ടി മഹാമനീഷിയാണ് താങ്കൾ എന്ന് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ താങ്കൾ എന്നെ കുറിച്ച് ചാനൽ ഡിബേറ്റുകൾ കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് കേരളീയ പൊതുസമൂഹത്തിൽ അവതാരങ്ങൾ നമ്മളല്ല സാർ. അവതാരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ദേവസ്വം മന്ത്രിക്ക് പകരമായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒരവതാരം. പിന്നെ ഇവിടെ നേരത്തെ ഡീലിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു രാജേഷ് ഉണ്ടായിരുന്നു. ആ രാജേഷ് ഒരെണ്ണം. പിന്നെ നമ്മൾ ഒരു അനിതയെ കണ്ടു, അത് മറ്റൊരു അവതാരം. പിന്നെ നിങ്ങൾ കണ്ടിരുന്ന സ്വപ്ന സുരേഷ്, അത് വേറൊരു അവതാരം. പിന്നെ നിങ്ങൾ ഇതിന് ഡീലിന് വേണ്ടിയിട്ട് നിങ്ങൾ വെച്ചിരുന്ന ശിവശങ്കരൻ, അത് മറ്റൊരു അവതാരം. ഇങ്ങനെ നിരവധി അവതാരങ്ങൾ നിങ്ങൾക്കുണ്ട് സാർ. ഇത്തരം അവതാരങ്ങളെയൊക്കെ കയ്യാമം വെച്ച് കരിമ്പിടിക്കുള്ളിലേക്ക് പറഞ്ഞുവിട്ട പ്രസ്ഥാനമാണ്. ആരെയൊക്കെ സാർ? അടുത്ത പ്രസ്ഥാനം എടുത്തു വെട്ടം. ഏത് സ്വപ്ന സുരേഷിന്റെ ഏത് കൽത്തുറുങ്കിലാണ് അടച്ചത്? സ്വപ്ന സുരേഷിനെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് കേരളത്തിന്റെ അതിർത്തി കടന്ന് കർണാടകയിലേക്ക് പോകാൻ സഹായിച്ച ആൾക്കാരാണ് നിങ്ങൾ. ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് മനസ്സിലായോ? പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വെളിയിൽ വരെ മാത്രമേ ദുർഗന്ധം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ശിവശങ്കരനെ ന്യായീകരിക്കാൻ പോയ ആൾക്കാരാണ് നിങ്ങൾ. പറഞ്ഞ അവസാനം ശിവശങ്കരനെ വരെ ന്യായീകരിക്കേണ്ടി വന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായി അല്ലേ? പിന്നെ അഴിമതിയെ ന്യായീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം മറന്നു പോകണ്ട. പണ്ട് കാർഗിൽ യുദ്ധകാലത്ത് രക്തസാക്ഷികളായ ധീര ജവാന്മാരെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിയ ശവപ്പെട്ടിയിൽ ഒരു കുംഭകോണം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോടതി കേസ് വല്ലതും കണ്ടോ? അത് കഴിഞ്ഞ് കോടതി കേസ് വല്ലതും കണ്ടായിരുന്നു സാറേ? താങ്കളും ഓർഡർ ചോദിച്ചായിരുന്നു സാറേ. അത് കഴിഞ്ഞ് കോടതി കേസ് ഓർഡറായി ചോദിക്കുന്നേ. അതിനകത്ത് കുറ്റം കണ്ടുപിടിച്ചിരുന്നു? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. നമ്മൾ പറഞ്ഞു പോകാം. അതിനകത്ത് കുറ്റം തെളിഞ്ഞോ? കുറ്റം കണ്ടിരുന്നോ? ശവപ്പെട്ടി കുംഭകോണമാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ കുറ്റം കണ്ടുപിടിച്ചിരുന്നോ? തീർച്ചയായിട്ടും. ശ്രീ ജലീൽ ഒരു മിനിറ്റ്.